ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഓൾ എന്നും കൂടിയും പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടച്ചിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ പൊരിച്ചത് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് റൈസ് ബോയിൽ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 വലിയ കപ്പ് വെള്ളവും ആഡ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെള്ളം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 2 കിലോ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ല വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച റൈസും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ. നമ്മുടെ റൈസൊക്കെ ഹാഫ് കുക്കാവാനേ പാടുള്ളൂ. ഇവിടെ 2 കിലോ എടുക്കുന്നത് ഇവിടെ ഗസ്റ്റൊക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചെടുക്കാം. അതിന് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് ബട്ടർ നല്ലവണ്ണം മെൽട്ടായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 10 എഗ്ഗ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നല്ല സ്പൈസി വേണ്ടവർക്ക് നല്ലവണ്ണം ആഡ് ചെയ്യാം. അല്ലാതെ ചെറിയ സ്പൈസാണ് വേണ്ടുന്നവർക്കാണെങ്കിൽ ചെറുങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കി എടുത്തിട്ടതാണ് കേട്ടോ. ഇത് നമ്മുടെ എഗ്ഗിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 5 ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചില്ലിയും കൂടിയും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു റെഡിഷ് കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കിലോ ബീൻസ്, ഒരു ഹാഫ് ക്യാബേജ്, ഒരു 2 ക്യാപ്സിക്കം, 1/2 കിലോ ക്യാരറ്റ് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഗസ്റ്റൊക്കെ വരുന്നത് കൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് 2 ടേബിൾ സ്പൂണ് സോയ സോസും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് നോക്കിയാൽ നല്ലവണ്ണം വെള്ളം വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ കച്ചപ്പും കൂടി ആഡ് ചെയ്താൽ ഇതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടും. നല്ലൊരു ഫ്ലേവറാണ് ടൊമാറ്റോ കച്ചപ്പിൻ്റെ. വീണ്ടും നമുക്ക് 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം സ്പീഡിലിട്ടിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ ഇപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള സലാഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ്, മയോണൈസ്, ചില്ലി ലിക്വിഡ്, പിന്നെ കുറച്ച് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.